പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മാവിന്റെ പുതിയ ദൈവിക വെളിപ്പാടിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഈ പ്രഭാതത്തിൽ നയിക്കുന്നത്. പൗലോസ് എന്ന മനുഷ്യൻ ദമാസ്കസിൽ കടന്നു വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുവാനും തടവിലാക്കുവാനും ഭാവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് ദൈവം തന്റെ തേജസ്സേറിയ ദൈവത്തിന്റെ ശക്തിയെ പകർന്ന് വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പൗലോസിന്റെ ആദ്യത്തെ പ്രസംഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. യേശുവിന്റെ നാമം വിശ്വസിക്കുന്നവരെ കൊല്ലുവാനും എതിർക്കുവാനും കടന്നുപോയ അതേ മനുഷ്യൻ തന്നെ യേശു ദൈവപുത്രനാണെന്ന് പറയുവാനിട വന്നു. ആ ദൈവപുത്രനെ ഉയർത്തുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുവാനുള്ള വലിയ ദൈവകൃപ പൗലോസിന് അവിടുന്ന് കിട്ടുവാനിട വന്നു. വചനം ഇങ്ങനെ പറയുകയാണ്: കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരൂശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നതെന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ ആത്മാവിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ദമാസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. കർത്താവിന്റെ വലിയൊരു ഇടപെടൽ കാണണമേ. ദൈവം പ്രവർത്തിക്കുന്ന വഴി കണ്ടോ? യേശുവിന്റെ നാമം പറയുന്നവരെ കൊല്ലുന്ന മനുഷ്യൻ യേശുവിന്റെ നാമം പ്രസംഗിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണവും എതിർക്കുന്നവരെ മിണ്ടാതെയാക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് ആത്മാവിന്റെ ശക്തി പൗലോസിന്റെ മേലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, യേശു എന്ന നാമം അനേകരുടെ ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച നാമമാണ്. യേശുവിന്റെ നാമത്തിങ്കൽ മുടന്തനായ മനുഷ്യന് സൗഖ്യം കിട്ടി. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അന്ധനായ മനുഷ്യന്റെ കണ്ണു തുറന്നു. യേശുവിന്റെ നാമം വിളിച്ചപ്പോൾ തളർന്നു കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റു. യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഒറ്റ നാമം യേശുവിന്റെ നാമമാണെന്ന് പൗലോസ് വിളിച്ചു പറയുവാനും യെരൂശലേമിൽ പാർക്കുന്നവരെ എതിർക്കുന്നവരെ മിണ്ടാതെയാക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ അത്രയും പ്രവൃത്തി അവിടെ മേലേക്ക് ഇറങ്ങി വരുന്നത്, പ്രവർത്തിക്കുന്നത് കാണാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ഈ യേശു ഇന്ന് നമ്മുടെ അടുക്കൽ വന്നാലും യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ക്രിയ ചെയ്യപ്പെടാൻ തുടങ്ങിയാലോ നമ്മുടെ അകം വലിയ മാറ്റം വരും. നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ കുടുംബത്തിന്റെ അസമാധാനങ്ങൾ മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ഒരിക്കലും നിരാശരായി ഇരിക്കുകയില്ല. ഏത് വേദനയുള്ള സമയത്തോ ഏത് പ്രയാസപ്പെടുന്ന സമയത്തോ ഈ യേശു കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വരും. മകനെ, മകളെ, നീ എന്റേതാണെന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന അനുഗ്രഹിക്കുന്നവന്റെ കരം നമ്മളെ ഓരോ നിമിഷവും നമ്മളെ സഹായിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ നാമം വിളിച്ച ഒരാൾ പോലും നിരാശരായിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ഒരാൾ പോലും നിരാശരായിട്ടില്ല. ഒരാൾ പോലും പിൻവാങ്ങി പോയിട്ടില്ല. യേശുവിനെ കണ്ടവർ. പൗലോസ് എന്ന മനുഷ്യൻ യേശുവിനെ കണ്ടു. നമ്മൾ യേശുവിനെ കണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ, യേശുവിന്റെ സ്വരം കേട്ടാണ് നമ്മൾ അവന്റെ കൂടെ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആരും നിരാശരാകിയല്ല. നമ്മളെല്ലാവരും സന്തോഷവരാകും. കാരണം ഈ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രഭാതം അനുഗ്രഹമാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ
ആ ആവശ്യങ്ങളുടെ മധ്യേ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ കുടുംബത്തിന്റെ ഏത് വിഷമതകളാണോ ആ വിഷമതകളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ രോഗമോ പ്രയാസമുണ്ടെങ്കിൽ അവിടെ എന്റെ യേശു വന്ന് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ജോലിസ്ഥലത്തുള്ള ഏത് സാഹചര്യത്തിന്റെ മേലും അത്ഭുതം ചെയ്യുന്നവന്റെ കരം നമ്മുടെ മേൽ നിൽക്കുന്നത് കാണാൻ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കാം. ജീവിക്കുന്ന യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് പ്രഭാതത്തിലേക്ക് കടന്നു വരണമേ. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കടന്നു വരണമേ. എന്റെ ജീവിതത്തിലുള്ള എല്ലാ വിഷയത്തിനു മേലും അങ്ങ് അത്ഭുതം ചെയ്യണം. എന്റെ കർത്താവേ, എന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അവിടുത്തെ വചനത്തിന്റെ വെളിപ്പാടും ശക്തിയും കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ ഹൃദയം തുറന്നു കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ ശക്തിയാൽ നിറയപ്പെടട്ടെ. ഈ വചന സന്ദേശം കേൾക്കുന്ന ഹല്ലേലൂയ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഈ ശക്തിയും കൃപയും അഭിഷേകവും കടന്നു വരട്ടെ. ബലപ്പെടുത്തുന്നവന്റെ നാമം ഇന്ന് ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.